ഈ വാലന്റൈൻസ് ഡേക്ക് സ്നേഹിക്കുന്ന പെൺകുട്ടിയുമായി സംഗമിക്കാൻ ആഗ്രഹിക്കുന്ന ആൺകുട്ടികൾക്ക് പണി വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സംഗമം സംഗമം ത്രിവേണി സംഗമം. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുമായി സംഗമിക്കാൻ പോകരുത്. സംഗമിക്കാനെന്നല്ല, യാതൊരു സമ്പർക്കത്തിന് പോലും പോകരുത്. നാളെ പോക്സോ കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയുണ്ട്. സംഗമിക്കാൻ പോകുന്നതിന് മുമ്പും അതിനുശേഷവുമുള്ള വാട്സപ്പ് മെസ്സേജുകളും വോയിസ് റെക്കോർഡുകളും വർഷങ്ങൾക്ക് ശേഷവും തിരിച്ചെടുക്കാവുന്ന രീതിയിൽ സേവ് ചെയ്ത് വെക്കുക. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടായിരിക്കും ചില പെണ്ണുങ്ങൾ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നത്. പരസ്പര സമ്മതത്തോടെയാണ് ഈ സംഗമങ്ങളും സമ്പർക്കങ്ങളും നടന്നതെന്ന് കോടതിയിൽ തെളിയിക്കുന്നതിന് വേണ്ടി ഈ വക തെളിവുകൾ പിന്നീട് നിങ്ങൾക്ക് ഉപകരിക്കും. ഇത്തരത്തിൽ തെളിവുകൾ കോടതിയിൽ കൊടുത്തതിന് ശേഷം രക്ഷപ്പെട്ട ധാരാളം ആണുങ്ങൾ ഇന്ന് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. റൂം ബുക്ക് ചെയ്യുമ്പോൾ ആണിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് മാത്രം കൊടുത്ത് റൂം ബുക്ക് ചെയ്യാതിരിക്കുക. ആണിൻ്റെയും പെണ്ണിൻ്റെയും ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്ത് വേണം റൂം ബുക്ക് ചെയ്യാൻ. എന്തെന്ന് 2 പേരുടെ ID കാർഡ് കൊടുത്താലേ റൂം കിട്ടുകയുള്ളെന്ന്? അങ്ങനെയൊന്നും ഇല്ലടേ. ആണിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്താലും റൂം കിട്ടും. ഇനി ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരു ഐഡൻറ്റിറ്റി കാർഡും ഇല്ലാതെയും കുറച്ച് പൈസ കൂടുതൽ കൊടുത്താൽ അമ്മ റൂം തരും. ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാമെന്നാ? ഇടയിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ എനിക്കങ്ങനെ റൂമൊന്നും എടുത്ത് പരിചയമൊന്നുമില്ല. ചുമ്മാ ഇരുന്നാണ് എന്നെ മനുഷ്യനെ പഠിപ്പിക്കാതെ ആളുകൾ എന്ത് വിചാരിക്കും? എന്തോന്നടേ